ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രന്റെ തൃശൂരിലെ വീടിന് സമീപത്തേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞു. ശോഭയുടെ അയൽവാസിയുടെ വീട്ടിലേക്കാണ് 11:30 അജ്ഞാതർ സ്ഫോടക വസ്തു എറിഞ്ഞത്. വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിയുണ്ടായി. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചു. ഒരു 10:43-44 ആ സമയത്താണ് സംഭവിച്ചത്. അപ്പോൾ വളരെ ഉഗ്രമായിട്ടുള്ള ശബ്ദത്തിൽ ഈ പൊട്ടിത്തെറി ഉണ്ടായപ്പോൾ ഞാൻ മാത്രമല്ല, ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നതിന് മുന്നേ തന്നെ ഓപ്പോസിറ്റിൽ താമസിക്കുന്ന 2 വീട്ടുകാരും പുറത്തിറങ്ങി. അത്രയും വലിയ ശബ്ദത്തിലാണ് അത് പൊട്ടിത്തെറിച്ചത്. അപ്പോൾ അതിനെ തുടർന്ന് തീർച്ചയായിട്ടും പോലീസ് സംഭവ സ്ഥലത്തെത്തി. എൻ്റെ സഹപ്രവർത്തകരെല്ലാവരും വന്നു. അപ്പോൾ ഇവരും പോലീസുമായിട്ട് സംസാരിച്ചു. ജില്ലയുടെ അധ്യക്ഷനുണ്ട്, വിവിധ ചുമതലയിൽ പ്രവർത്തിക്കുന്ന ഭാരവാഹികളെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ പോലീസ് അധികാരികളുമായിട്ട് അവരെല്ലാവരും സംസാരിച്ചു. അപ്പോൾ ഇതിൻ്റെ ഈ കൃത്യം നിർവഹിച്ച ആളുകളെ നമുക്ക് തീർച്ചയായിട്ടും കണ്ടെത്തണം എന്നുള്ളത് ഞങ്ങളുടെ ഒരു ആവശ്യമാണ്. വളരെ ആസൂത്രിതമായിട്ട് ഇന്നത്തെ ദിവസം ഇങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിച്ചു എന്നുള്ളതിൽ തീർച്ചയായിട്ടും ഞങ്ങൾ പാർട്ടി അത് കൃത്യതയോടുകൂടി തന്നെ പരിശോധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാൻ സാധിക്കുന്ന അതിനുള്ള ഒരു സംഘടനാ മെഷീനറിയൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിട്ടുണ്ട്. പക്ഷെ പോലീസ് അധികാരികൾ അവരുടെ ദൗത്യം നിർവഹിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. MS ലിഷോയ് ചേരുന്നുണ്ട്. ലിഷോയ്, എപ്പോഴായിരുന്നു ഈ പൊട്ടിത്തെറി ഉണ്ടായത്? എന്താണ് സംഭവിച്ചത്? ഇന്നലെ രാത്രിയാണ് സംഭവം. അതായത് ശോഭാ സുരേന്ദ്രന്റെ തൃശൂർ അയ്യന്തോളിലുള്ള വീടിന് സമീപമാണ് പൊട്ടിത്തെറി ഉണ്ടായത്. ഉഗ്രശബ്ദത്തോടുകൂടി സ്ഫോടക വസ്തു പൊട്ടി. അത് പിന്നീട് നടന്ന പരിശോധനയിൽ വലിയ ശബ്ദത്തോടുകൂടി പൊട്ടുന്ന ഗുണ്ടാണ് എന്നുള്ളതാണ് ഒരു പ്രാഥമിക നിഗമനം. അക്കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിച്ചു വരികയാണ്. ശോഭാ സുരേന്ദ്രന്റെ വീടിന് നേരെ എതിർദിശയിലുള്ള വീടിന് മുൻപിലേക്കാണ് ഇത് പതിച്ചിരിക്കുന്നത്. അവിടെ വെച്ചാണ് പൊട്ടിയത്. ശോഭാ സുരേന്ദ്രന്റെ വീടാണെന്ന് തെറ്റിദ്ധരിച്ച് എറിഞ്ഞതാകാം എന്നുള്ളൊരു പ്രാഥമിക നിഗമനമുണ്ട്. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഇന്നലെ രാത്രി തന്നെ സ്ഥലത്തെത്തി വലിയ പരിശോധനകളൊക്കെ തന്നെ നടത്തിയിരുന്നു. സ്ഥലത്ത് CCTV ക്യാമറകൾ ഉൾപ്പെടെയുള്ളവ പരിശോധിച്ച് ഈ പ്രതികളെ കണ്ടെത്താനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. ഒരു കാറിലെത്തിയ സംഘമാണ് ഇത് എറിഞ്ഞതെന്നുള്ള ഒരു നിഗമനം ഉണ്ട്. പക്ഷേ അത് ഒരു കൃത്യമായ ഒരു അവർ തന്നെയാണോ പ്രതികളെന്ന് ഉറപ്പിക്കുന്ന അത്രയ്ക്ക് തെളിവുകൾ ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഏത് ദിശയിലാണ് നടക്കുന്നത്? കാരണം ഒരു ശോഭയെ തന്നെ ലക്ഷ്യം വെച്ചെത്തിയതാണോ അതോ ഒരു ഭയം സൃഷ്ടിക്കുക എന്നുള്ളതാണോ? ഇക്കാര്യത്തിലൊക്കെ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം ഏത് ദിശയിലേക്കാണ്? അതായത് ഈ CCTV ക്യാമറകൾ സ്ഥലത്തുള്ളതൊക്കെ തന്നെ പരിശോധിക്കുന്നുണ്ട്. ഈ മേഖലയിൽ ആദ്യം എത്തി സാധാരണഗതിയിൽ ഒരു റോഡിന്റെ പ്രധാനപ്പെട്ട ഒരു ഇടറോഡിന്റെ ഭാഗത്താണ് ശോഭാ സുരേന്ദ്രന്റെ വീടുള്ളത്. അതുകൊണ്ട് തന്നെ അതിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങൾ, അതിനിടയിൽ നിർത്തിയ വാഹനങ്ങൾ, അതിനോടൊപ്പം തന്നെ സംശയാസ്പദമായി എത്തിയ ആളുകൾ എന്നിങ്ങനെയുള്ളവരെ ആദ്യം കണ്ടെത്തി അവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. പക്ഷെ ഇതുവരേക്കും പ്രതികളെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇന്നലെ രാത്രി മുതൽ തന്നെ ഇതിനു വേണ്ട നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ദൃക്സാക്ഷികൾ പറയുന്നത് കാറിലുണ്ടായിരുന്ന ഒരു സംഘമാണ് അവിടെ എത്തി ഇത് എറിഞ്ഞത് എന്നുള്ളതാണ് ഒരു ദൃക്സാക്ഷി പറഞ്ഞത്. എന്തായാലും അക്കാര്യങ്ങളൊക്കെ തന്നെ പോലീസിനാണ് മൊഴി നൽകിയിരിക്കുന്നത്. ഇന്നലെ രാത്രി തന്നെ BJPയുടെ നേതാക്കളൊക്കെ തന്നെ അവിടേക്ക് എത്തുകയും ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ അവിടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ ഗൗരവത്തോടു കൂടിയാണ് സംഭവം കാണുന്നത്. ഇപ്പോഴത്തെ ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ കൂടി കണക്കിലെടുത്ത് വളരെ ഗൗരവത്തോടെയാണ് ഈ സംഭവത്തെ കാണുന്നതെന്നുള്ളതാണ് BJPയും പറയുന്നത്. എന്തായാലും ശോഭാ സുരേന്ദ്രന്റെ വീടിന് തൊട്ട് മുൻപിലാണ് ഈ ഒരു പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. ശരി ലിഷോയ്, ശോഭാ സുരേന്ദ്രന്റെ വീടിന് തൊട്ട് മുന്നിലാണ് ഈ ഒരു പൊട്ടിത്തെറി ഉണ്ടായിട്ടുള്ളത്. ശോഭയെ ലക്ഷ്യം വെച്ചാണോ അതോ മറ്റെന്തെങ്കിലും ഗൂഢലക്ഷ്യങ്ങളുണ്ടോ എന്ന കാര്യത്തിലൊക്കെ സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു. എന്തായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചൊക്കെ അന്വേഷണം പുരോഗമിക്കുകയാണ്. MS ലിഷോയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.